ചാൾസ് റോൾസും ഹെൻറി റോയ്സും 1904 മാഞ്ചസ്റ്ററിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കരാറുണ്ടാക്കുന്നത്. ഹെൻറി റോയ്സ് നിർമ്മിച്ച കാറുകൾ ചാൾസ് റോൾസ് വിൽക്കാമെന്നും റോൾസ് റോയ്സ് എന്ന പേരിൽ വിൽക്കുമെന്നും കരാറുണ്ടായിരുന്നു. റോൾസ് റോയ്സ് കാറുകളുടെ ബോണറ്റിൽ കാണുന്ന സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന പ്രസിദ്ധമായ ഈ പ്രതിമ ഒരു സ്ത്രീയുടെ രൂപമാണ്. ഇത് വിജയത്തിന്റെ ഗ്രീക്ക് ദേവതയായ നൈക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച കാർ എന്ന റോൾസ് റോയ്സിന്റെ വാദത്തെ ഇത് സൂചിപ്പിക്കുന്നുവെന്നും കരുതപ്പെടുന്നു. ഈ പ്രതിമ നിങ്ങൾ കൈകൊണ്ട് ഒടിക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായാലോ അത് ഓട്ടോമാറ്റിക്കായി ബോണറ്റിനുള്ളിലേക്ക് താഴ്ന്ന് ഒളിച്ചു കളയും. മോഷണത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് ഈ സവിശേഷത. ആൾവാറിലെ മഹാരാജ ജയ്സിംഗ് ഒരിക്കൽ ലണ്ടനിലെ ഒരു ഷോറൂം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സാധാരണക്കാരനായി കണ്ട് അവഹേളിച്ചു. ഇതിന് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം 6 റോൾസ് റോയ്സ് കാറുകൾ ഓർഡർ ചെയ്യുകയും അത് ഇന്ത്യയിൽ എത്തിച്ച ശേഷം മാലിന്യം നീക്കം ചെയ്യാനുള്ള വണ്ടികളായി ഉപയോഗിക്കുകയും ചെയ്തു. ഇത് കമ്പനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയും അവർ പരസ്യമായി മാപ്പ് പറയേണ്ടി വരികയും ചെയ്തു. റോൾസ് റോയ്സിന്റെ ചക്രത്തിന്റെ മധ്യഭാഗത്തുള്ള RR ലോഗോ കാർ ഓടുമ്പോൾ കറങ്ങില്ല. നിങ്ങൾ എത്ര വേഗത്തിൽ പോയാലും ആ ലോഗോ എപ്പോഴും നിവർന്നു തന്നെയിരിക്കും. ഇത് യാത്രക്കാരെയും കാഴ്ചക്കാരെയും RR എന്ന ബ്രാൻഡ് എല്ലാ കാലത്തും മികവോടെ നിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാ റോൾസ് റോയ്സ് ഡോറിലും ഒരു പ്രത്യേക അറയുണ്ട്. അതിലൊരു ടെഫ്ലോൺ പൂശിയ കുട സൂക്ഷിച്ചിരിക്കും. ഈ അറയിൽ ഫാനുകളും ഹീറ്ററുകളും ഉണ്ട്. മഴ നനഞ്ഞ കുട എടുത്തു വെച്ചാൽ ഇത് സ്വയം ഉണങ്ങി അടുത്ത ഉപയോഗത്തിനായി തയ്യാറാകും. സ്റ്റാർ റൂഫ് എന്നത് റോൾസ് റോയ്സിന്റെ ഒരു പ്രത്യേകതയാണ്. റോൾസ് റോയ്സ് കാറുകളുടെ ഉള്ളിലെ റൂഫിൽ മിന്നുന്ന ചെറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം ഒരുക്കിയിരിക്കും. ചില ഉപഭോക്താക്കൾക്ക് അവർക്ക് ജനിച്ച ദിവസത്തെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തെ നക്ഷത്ര സമൂഹങ്ങൾ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. രാത്രിയിൽ കാറിനുള്ളിൽ ഇരുന്നാൽ ഒരു നക്ഷത്ര നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരിക്കുന്ന അനുഭവം കിട്ടും. ഇത്തരം ഇൻഫർമേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.